ഇപ്പോൾ മാർട്ടിൻ പുതിയതൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ടല്ലോ ഫേസ്ബുക്കിലൊക്കെ. ഇപ്പം മാർട്ടിൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ സ്ക്രിപ്റ്റ് ആ സമയത്ത് ബിജു രാധാകൃഷ്ണൻ കൃത്യമായ പേപ്പറിൽ തയ്യാറാക്കി എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച വിഷയമായിരുന്നത്. പാലാരിവട്ടത്തുള്ള പൈപ്പ് ലൈൻ റോഡ് സൈഡിൽ കാറിലിരുന്ന് ഞങ്ങൾ സംസാരിക്കുന്ന ദിലീപിൻ്റെ ബ്രദർ 3 കോടി രൂപ കുമരകത്ത് വെച്ച് തരുമെന്നും റിൻഷാദ് ഞങ്ങളുടെ കാറിൽ പോയിട്ട് വേണം ആ പൈസ വാങ്ങിക്കാനും, 3 കോടിയിൽ നിനക്കൊരു എമൗണ്ട് കിട്ടും, മാർട്ടിനും കൊടുക്കും, പിന്നെ ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്, അവനക്കും ജീവിക്കണ്ടേ. ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലത്തേക്കൊന്നും പുള്ളി വരില്ല. ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി തന്നെ പറയും ഞാനൊരു സെലിബ്രിറ്റിയാണ്, ഫോട്ടോ എടുക്കുക, ആ ഷൂട്ട്, അങ്ങനത്തെ പ്രോഗ്രാമൊന്നും പുള്ളി നിൽക്കാറുമില്ല. അതുപോലെ ഫുള്ള് ഫോണിൽ സംസാരിക്കും, ഓൺലി വാട്സപ്പ് കോൾ മാത്രമേ ചെയ്യുക. അദ്ദേഹം തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ മുമ്പിലേക്ക് വരിക. എന്നാലും ആരും ഒരു സംശയം പ്രകടിപ്പിച്ചില്ല അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ ഇതൊരു തട്ടിപ്പാകാമെന്ന്? ഇല്ല, ഒരിക്കലും വെച്ചാൽ ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ ഭയങ്കര വിശ്വസിച്ചിരിക്കുകയാണ്. ഇത് പുള്ളിയുടെ ആ അപ്രോച്ച് ആ രീതിയിലായിരുന്നു. പരാതി കൊടുത്ത പിറ്റേ ദിവസം എന്നെ ഫോൺ വിളിച്ചു. നിങ്ങളുടെ പരാതി ആരുടെ അടുത്താണ്, ഏത് മേശപ്പുറത്താണ്, ഏത് അന്വേഷണ ഉദ്യോഗസ്ഥന് വരെ ഞങ്ങൾക്കറിയാം. പരാതിയായിട്ടാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിന്നെ കൊന്നുകളയും, നിന്നെ കുടുംബത്തെ ഇല്ലാണ്ടാക്കും. എന്നിട്ടാണ് പറയുന്നത് സോളാർ കേസിൽ CBI വിചാരിച്ചിട്ട് പോലും ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നീ എന്ത് ചെയ്യും? ഒരു മന്ത്രിസഭ മുഴുവൻ താഴെയിട്ട ആൾക്കാരാണ് ഞങ്ങൾ. ബിജു രാധാകൃഷ്ണൻ സോളാർ കേസിലെ പ്രതി, ഇപ്പോൾ വീണ്ടും അയാൾക്കെതിരെ ഒരു പരാതി വന്നിരിക്കുകയാണ്. CSR ഫണ്ട് തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് 29 ലക്ഷം രൂപയാണ് അയാൾ തട്ടിയെടുത്തിട്ടുള്ളത്. പരാതിക്കാരനായ റിൻഷാദാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ബിജു രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നത്? 2021 കാലഘട്ടത്തിലാണ്, ആ ഒരു അവസാന സമയത്താണ് ബിജു രാധാകൃഷ്ണനെ പരിചയപ്പെടുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾക്കത് ബിജു രാധാകൃഷ്ണനെന്ന് അറിയില്ലായിരുന്നു. ബിജു ജോർജ്. ഫസ്റ്റ് പരിചയപ്പെട്ട സമയത്ത് ബിജു പൗലോസ് എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ അത് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം ബിജു ജോർജ് എന്നാണല്ലോ ഞാൻ പുള്ളി തന്നെ പിന്നെ ബിജു ജോർജ് ആക്കി. സാർ അന്ന് ബിജു പൗലോസ് എന്നാണല്ലോ പറഞ്ഞത്. അത് നിങ്ങൾ കേട്ടോടത്തൊന്ന് മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞ് ബിജു ജോർജ് കല്ലോടിത്തടയിൽ എന്നുകൊണ്ടാണ് പുള്ളി ഞങ്ങളെ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും. എനിക്ക് കൊച്ചിയിലെ കുറച്ച് സലൂണുകളുണ്ടായിരുന്നു. ആ സലൂണിൽ പുള്ളി ബ്യൂട്ടീഷ്യനും ഇതൊക്കെ ഹെയർ കട്ട് ചെയ്യാനൊക്കെ വന്നൊരു കസ്റ്റമറായിരുന്നു ഈ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബിജു ജോർജ്. അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും. ഒരു പ്രീമിയം കസ്റ്റമറായിരുന്നു. അദ്ദേഹം വരുന്നതൊക്കെ ലക്ഷറി വാഹനത്തിലും BMW, ബെൻസ്, ഓഡി പോലത്തെയുള്ള പ്രീമിയം വാഹനത്തിൽ, അതും അഡ്വക്കേറ്റിൻ്റെ ലോഗോ ഒക്കെ വെച്ച വണ്ടിയിലൊക്കെ ആയിരുന്നു വന്നത്. അങ്ങനെ പ്രീമിയമായിട്ട് വരുന്ന കസ്റ്റമറെ ഞങ്ങൾ ആ രീതിയിൽ തന്നെ പരിഗണിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹമായിട്ടുള്ള ഈ ബിജു ജോർജ് ആയിട്ടുള്ളൊരു ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. കുറച്ച് നാളുകൾ പോയി. ആദ്യമൊക്കെ വീക്കിൽ 1 ടൈം പുള്ളി വിളിക്കുമായിരുന്നു. ആ സമയം അത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം എന്നോട് പറയുന്നത് ഞാൻ CSR ഫണ്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കൺസൾട്ടൻ്റാണ്. അത് മാത്രമല്ല സുപ്രീം കോർട്ടിലെ ഏറ്റവും വലിയ അഭിഭാഷകനാണ്, പ്രമാദമായ ഒരുപാട് കേസ് അന്വേഷിക്കുന്ന അഭിഭാഷകനാണ് ഞാൻ. UK അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഓഫീസുകളൊക്കെ ഉണ്ട്. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെയൊക്കെ CSR ഫണ്ട് ഇന്ത്യയിൽ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കൺസൾട്ടൻ്റാണ് ഞാനെന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എന്താണ് ഈ CSR ഫണ്ട് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത്. എന്താണ് CSR, ഇതൊക്കെ എന്നോട് എന്തിനാണ് പറയുന്നതെന്നൊക്കെ. ആ സമയത്താണ് എന്നോട് പുള്ളി പറയുന്നത് നീ ഇങ്ങനെ സലൂണൊക്കെ ആയിട്ടും എനിക്കൊന്ന് വെറ്റിനറി ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു, സ്കൂബീഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെറ്റിനറി ഹോസ്പിറ്റൽ. ഞാൻ ചെറിയ ബിസിനസ്സായിട്ട് നടന്നാൽ മതിയോ? ഒരു 500 ബെഡൊക്കെ ഉള്ള വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജിൻ്റെ ഒരു MD ആയിട്ട്, ഒരു ചെയർമാനായിട്ട് ഇരിക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡെയിലി പുള്ളി ആ വീക്കിലി 1 ടൈം വിളിക്കുന്ന ഈ ബിജു ജോർജ് എന്നെ ഡെയിലി 2-3 തവണയൊക്കെ വിളിച്ചു തുടങ്ങി. എന്തായി ഞാൻ പറഞ്ഞ എന്തായി ആലോചിച്ചോ, ഒന്നുകൂടെ ആലോചിച്ചോ. നിരന്തരമായിട്ടുള്ള പ്രഷറിൽ ഞാൻ പറഞ്ഞു എൻ്റെ മറ്റു ഫ്രണ്ട്സായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന്. അപ്പോൾ ഇദ്ദേഹം തന്നെയാണ് എന്നോട് പറയുന്നത് ഇത് വെറുതെ CSR ഫണ്ട് കിട്ടില്ല, ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ഒരു NGO രൂപീകരിക്കണമെന്ന് പറയുകയും അങ്ങനെയാണ് ഇദ്ദേഹം തന്നെയാണ് ഈ ബിജു ജോർജ് തന്നെയാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് സാന്ത്വനം ഹെൽത്ത് ആനിമൽ വെൽഫെയർ RD ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു NGO രൂപീകരിക്കുന്നത്. അങ്ങനെ രൂപീകരിച്ചു. എൻ്റെ മറ്റു 4 സുഹൃത്തുക്കളെയും ചേർത്തിട്ടായിരുന്നു ഞാനിത് ഫോം ചെയ്തത്. ഞാൻ തന്നെയായിരുന്നു ട്രസ്റ്റ് ചെയർമാൻ, അങ്ങനെ സെക്രട്ടറിയും പ്രസിഡൻറ്റും, അങ്ങനെ എല്ലാം ഓരോ ആളുകളായിട്ട് ഞങ്ങളൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിന് ട്രസ്റ്റിൻ്റെ ഓരോ ഘട്ടങ്ങളിലെ മീറ്റിംഗ് എറണാകുളത്ത് വലിയ വലിയ 4 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റിംഗ് നടത്താറുള്ളത് ബിജുവായിട്ട്. അതിന് പുള്ളി വേറെ അങ്ങോട്ട് ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലത്തേക്കൊന്നും പുള്ളി വരില്ല. ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി തന്നെ പറയും ഞാനൊരു സെലിബ്രിറ്റിയാണ്, ഒരുപാട് പ്രമാദമായ ഫാദർ ഫ്രാങ്കോ പോലത്തെ ആളുടെ കേസൊക്കെ സുപ്രീം കോർട്ടിൽ വാദിച്ച വലിയ അഭിഭാഷകനാണ്,
എന്നൊക്കെ പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അപ്പൊ ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വരുമെന്ന കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, ഇത് ട്രസ്റ്റ് രൂപീകരിക്കാൻ വേണ്ടി ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ട്രസ്റ്റാണ് അത് ഞങ്ങൾ രൂപീകരിച്ചത്. പിന്നെ ഈ പൈസയുടെ പറ്റിയിട്ട് കാര്യങ്ങളൊന്നും പുള്ളി പറയുന്നേ ഇല്ല, നമ്മൾ സംസാരിക്കുന്നില്ല, പറയുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷ എന്താ, അപ്പം എൻ്റെ കൂടെയുള്ള മറ്റേ ട്രസ്റ്റിലുള്ള ആളുകളൊക്കെ വേറെ പല ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ ഇവിടെ ഡ്രൈവറായിട്ട് പോകുന്ന ആളുകളുണ്ട്, മറ്റുള്ളവർ ചെറിയ ചെറിയ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഈ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ ഡയലോഗ് ഞാനും പറഞ്ഞു അവരോട്, നിങ്ങളിങ്ങനെ ചെറിയ ജോലിയായിട്ട് നടന്നാൽ മതി, വലിയൊരു ഹോസ്പിറ്റലിൻ്റെയൊക്കെ ഒരു ഇതിലൊക്കെ ഇരിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ അവരൊക്കെ ഞാൻ പുള്ളി പറയുന്ന പോലെ തന്നെ ഞാൻ അവരോടും പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നു. നമുക്ക് വലിയൊരു ഹോസ്പിറ്റലിൻ്റെയൊക്കെ ബിജു തന്നെ എന്നോട് പറയാണ്, നമ്മളെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഒരാഴ്ച മുമ്പ് വരെ ബുക്ക് ചെയ്ത് നമ്മളെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡെയിലി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിലാണ് ഞങ്ങളൊരു ട്രസ്റ്റ് എന്നുള്ളതിലേക്ക് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ കുണ്ടന്നൂരുള്ള ഒരു ട്രൈബൂട്ട് ഹോട്ടലിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ട്രസ്റ്റിൻ്റെ രണ്ടാമത്തെ മീറ്റിംഗ് നടത്തുന്നത്. അന്ന് ബിജു രാധാകൃഷ്ണനാണ് നമ്മളെ ഇതിൻ്റെ മീറ്റിംഗ് ഫോം ചെയ്തൊക്കെ പുള്ളി തന്നെ ഡയറക്ടറുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടായിരുന്നു പുള്ളി വന്നത്. പുള്ളി മാത്രമാണോ വരിക അതോ കൂടെ? അല്ല, അന്ന് ആ സമയത്ത് പുള്ളി മാത്രമേ ആ ഒരു മീറ്റിങ്ങിൽ പുള്ളി മാത്രമേ കൂടെ ഉണ്ടായിരുന്നത്. അന്നാണ് ഞങ്ങളോട് പറയുന്നത്, വെറുതെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ മാത്രം പോരാ, ഇതിന് നമുക്ക് എന്ത് വേണം, ഒരു പ്രൊജക്റ്റ് വേണം. പ്രൊജക്റ്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് CSR ഫണ്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ആര് ചെയ്യും? ഇത് ഞാൻ തന്നെ ചെയ്യും, ഞാനിതിൻ്റെയൊക്കെ കൺസൾട്ടൻ്റ് ആണല്ലോ, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യും, നിങ്ങൾ എന്തും നോക്കണ്ട, നിങ്ങൾ ആ 300 കോടി രൂപ ഫസ്റ്റ് ഘട്ടം നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരുന്നത് മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണ് പല ഘട്ടങ്ങളിലായിട്ട്, ഒറ്റ തവണയല്ല 8ഓളം ടൈമുകളിലായിട്ടാണ് 29 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം ഇങ്ങനെ ഇതിൻ്റെ പേര് പറഞ്ഞ് വാങ്ങിയെടുക്കുന്നത്. ഇതിൽ 7 ലക്ഷം രൂപ പുള്ളി പറയുന്നത് ഗവൺമെൻറ് കൊടുക്കുന്ന ആംബുലൻസ് ഉണ്ട്, 2 ICU ആംബുലൻസ്, 1 കോടി രൂപ വില വരുന്ന ആംബുലൻസ്, അത് ഞാൻ നിങ്ങളുടെ ട്രസ്റ്റിന് വാങ്ങിത്തരാം, അതിന് ചില ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കുറച്ച് പൈസയൊക്കെ കൊടുക്കേണ്ടതുണ്ട് കൊണ്ടാണ് 7 ലക്ഷം രൂപ ഇദ്ദേഹം വാങ്ങിയെടുക്കുന്നത്. നമ്മളൊരിക്കലും ഇത് സോളാർ കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ ഒരിക്കലും തിരിച്ചറിയില്ല. അദ്ദേഹത്തിൻ്റെ രൂപത്തിലും വേഷത്തിലും ഈ ഗ്ലൂട്ടാത്തിൻ പോലത്തെ ഇഞ്ചക്ഷൻ അടിച്ച് വെളുത്ത് സുന്ദരനായ കസവുകരമുണ്ടൊക്കെ എടുത്ത് ഞങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷം വരുന്നു, ഓടി കാറിൽ വരുന്നു. ഇദ്ദേഹം വരുമ്പോൾ വലിയൊരു ഇത് തന്നെയാണ്. അധികം ക്യാമറകളുള്ള ഭാഗത്തേക്ക് ഇദ്ദേഹം വരില്ല. കാരണം ഒരു ദിവസം ഞങ്ങൾ MG റോഡിലുള്ള ഒരു പ്രമുഖ ഹോട്ടലിൽ മീറ്റിംഗ് നടത്തി. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് അറിയാണ്ടൊരു വീഡിയോ എടുത്ത സമയത്ത് പുള്ളി അടക്കുന്നത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഭയങ്കര റിൻഷാദ് ഇതുപോലത്തെ ഇനി എന്നെ വിളിക്കരുത്, ഇനി എന്നെ മീറ്റ് ചെയ്യാൻ റിൻഷാദ് മാത്രം വന്നാൽ മതി പുള്ളി. അതെ, അപ്പൊ ഈ ട്രൈബ്യൂട്ട് ഹോട്ടലിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിങ്ങളൊരു മീറ്റിംഗ് ഒക്കെ ആണല്ലോ, അപ്പൊ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കുക അങ്ങനെയൊന്നും ഉണ്ടായില്ല? ഇല്ല, അതിനൊന്നും പുള്ളി നിൽക്കാറില്ല. പുള്ളി ഫോട്ടോ എടുക്കുക, ആ ഷൂട്ട്, അങ്ങനത്തെ പ്രോഗ്രാമൊന്നും പുള്ളി നിൽക്കാറുമില്ല. അതുപോലെ ഫുള്ള് ഫോണിൽ സംസാരിക്കും, ഫോണിൽ വാട്സപ്പ് കോൾ മാത്രം ചെയ്യുക. അദ്ദേഹം തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ മുമ്പിലേക്ക് വരിക. ആദ്യം അദ്ദേഹം തന്നെ എന്ത് ചെയ്യും, ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്താൻ പറയും. ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ 1/2 മണിക്കൂർ തന്നെ പുള്ളി ഞങ്ങളുടെ മുമ്പിലേക്ക് വരിക. പുള്ളി ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടായിരുന്നു അദ്ദേഹം ഈ ബിജു ജോർജ് മുന്നോട്ട് പോയത്. ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ല ഇത് ബിജു രൂപത്തിലൊക്കെ ഭയങ്കര വ്യത്യാസം. ഹെയർ സ്റ്റൈലൊക്കെ മാറി, വെപ്പ് മുടിയൊക്കെ വെച്ചു, ഭയങ്കര രീതിയിൽ. പിന്നെ അഡ്വക്കേറ്റ് ബിജു ജോർജ് ആണല്ലോ, സുപ്രീം കോടതിയിൽ വലിയ അഭിഭാഷകനാണ്. ഈ അഡ്വക്കേറ്റ് ലോഗോ വെച്ച കാറിലൊക്കെയാണ് അദ്ദേഹം വരുന്നത്. നമുക്കൊരിക്കലും ഇത് ബിജു രാധാകൃഷ്ണൻ ഒരിക്കലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. 1.5 വർഷത്തോളം ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഹോളിഡേ ഹോട്ടലിൽ മീറ്റിംഗ് നടത്തി, ട്രൈബൂട്ട് ഹോട്ടലിൽ, അതുപോലെ ഷുഗർ ഹോട്ടൽ, ഇങ്ങനെ വലിയ താജ് ഹോട്ടലിൽ, പിന്നെ മറൈൻ ഡ്രൈവ്, ഇവിടെയൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ മുമ്പിലേക്ക് ഒരു ദിവസം താജ് ഹോട്ടലിൽ ഇദ്ദേഹം വക്കീലിൻ്റെ ഗൗൺ ഇട്ട് വരെ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഒരു ഹൈക്കോടതിയിലൊരു ഇയറിങ് കഴിഞ്ഞിട്ട് വരുന്ന വരവാണ്. റിൻഷാദ് വിളിച്ചുകൊണ്ട് ഓടി, ഞാൻ നിൻ്റെ അടുത്തേക്കാണ് വരുന്നത്, നീ എൻ്റെ അനിയനെ പോലെയാണ്, ഒരു ബ്രദറിനെ ഇങ്ങനെയൊക്കെയാണ് പുള്ളി ഞങ്ങളോട് അപ്രോച്ച് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി ആരും മയങ്ങിപ്പോവും ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ള. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആദ്യഘട്ടമായിട്ട് 300 കോടി രൂപ ആദ്യം ഞങ്ങൾക്ക് ചാരിറ്റബിൾ ട്രസ്റ്റിന് നമുക്ക് ഹോസ്പിറ്റൽ 500 ബെഡുള്ള ഹോസ്പിറ്റലിൻ്റെ ഫസ്റ്റ് ഘട്ടം വാങ്ങിത്തരാമെന്നും, അത് കഴിഞ്ഞ് വീണ്ടും 300 കോടി, അങ്ങനെ മൊത്തം 1500 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് പുള്ളി നമുക്ക് വേണ്ടി പറഞ്ഞത്. അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ 29 ലക്ഷം രൂപ വരെ പുള്ളി വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ 29 ലക്ഷം രൂപ ഈ പറഞ്ഞ ട്രസ്റ്റിലുള്ള ആൾക്കാരെല്ലാം സമാഹരിച്ചു കൊടുത്തു? ഇല്ല, അന്ന് ഞങ്ങൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. ഞാൻ ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ 5 ആളുകൾ വേണമല്ലോ, ഒരു മിനിമം 5 ആളുകൾ വേണം. അപ്പോൾ അവരൊക്കെ ഞാനാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. അവരൊക്കെ ചെറിയ ചെറിയ എമൗണ്ടുകൾ ഇട്ടു. ബാക്കി ഞങ്ങളന്ന് ബൈലോ പാസ്സാക്കിയിരുന്നു, ഇതിൻ്റെ എല്ലാ
സാമ്പത്തിക ഇടപാടും ചെയർമാനായ ഇൻഷാദിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഘട്ടം പേയ്മെൻറ്റെല്ലാം ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നായിരുന്നു അവരോടൊക്കെ ഞാൻ കൊടുത്തൊരു വാഗ്ദാനം. അങ്ങനെയാണ് ഈ പല ഘട്ടങ്ങളായി 2 ലക്ഷം 4.5 ലക്ഷം രൂപയൊക്കെയാണ്. അത് ഞാൻ പല സമയത്ത് ഇദ്ദേഹത്തോട് പറയും, സാറിന് അക്കൗണ്ട് നമ്പർ, അയ്യോ അക്കൗണ്ടിലേക്കൊന്നും പറ്റില്ല, ഒരുപാട് കമ്പനി ഇന്ത്യയുടെ ലീഗൽ അഡ്വൈസറൊക്കെ അല്ലേ ഞാൻ, അപ്പോൾ എനിക്ക് അക്കൗണ്ടിലേക്ക് വരുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇൻഷാദേ, മോൻ എനിക്ക് ക്യാഷായിട്ട് തന്നാൽ മതി. അങ്ങനെ ഞാൻ പല ടൈമുകളിൽ എൻ്റെ സുഹൃത്തുക്കളെ കയ്യിൽ നിന്നും വണ്ടി പണയം വെച്ച ക്യാഷും സ്വർണ്ണം ഗോൾഡ് പണയം വെച്ചതും ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇദ്ദേഹത്തിന് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എമൗണ്ട് ഞാൻ കൊടുക്കുന്നത്. അപ്പോഴൊക്കെ ഞങ്ങളെ മനസ്സിൽ എന്താണ്, ബിജു ജോർജാണ്, ഇന്നലെ നാളെ ഞങ്ങൾ ട്രസ്റ്റിൻ്റെ പൈസ വരും, ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ ഒരു സമയത്താണ് 2022 6-ാം മാസത്തിലാണ് ഇദ്ദേഹം ഞങ്ങളെ ഗൾഫിലേക്ക് വിടുന്നത്. അന്ന് 29 ലക്ഷം രൂപയുടെ ഒരു റെസീറ്റാണ് ഞങ്ങൾക്ക് തന്നു. ഇദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് ഒപ്പിട്ട് 28 ലക്ഷം രൂപയോളം കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടുള്ള റെസീറ്റൊക്കെ ഞങ്ങൾക്ക് പുള്ളി അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിലൊക്കെ തന്നു, സീലൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഇദ്ദേഹം ഞങ്ങൾ ഗൾഫിലേക്ക് വിട്ടു. ഗൾഫിൽ ചെന്നാൽ മതി, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ട്രസ്റ്റിന് FCRA ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. പിന്നെയാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അധികം ഞങ്ങൾക്ക് അറിയില്ല, എന്താണ് ട്രസ്റ്റ് എന്നൊന്നും അറിയില്ല. പിന്നെ ഇതിനെപ്പറ്റി പഠിക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്, അദ്ദേഹം ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇദ്ദേഹം വ്യക്തമായി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് NGO, എന്താണ് ട്രസ്റ്റ്, മറ്റേ FCRA CS, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ ക്ലാസ് എടുക്കും. ഞാൻ തന്നെ പല ടൈമിൽ ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, ഞാൻ അല്ല ഒരു കമ്പനി നമുക്ക് വെറുതെ CSRA ഫണ്ട് തരുമോ? അപ്പോൾ പുള്ളി നമ്മളോട് അടുത്തേക്ക് പുള്ളി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അത് അവർക്ക് ടാക്സ് ഡിഡക്ഷനൊക്കെ വേണ്ടിയിട്ട് ഓരോ കമ്പനികൾ എന്ത് ചെയ്യും, ഒരു സന്നദ്ധ സംഘടനകൾക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് എന്നൊക്കെയാണ് പുള്ളി ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇത് പരിചയമുള്ള മറ്റാൾക്കാരോട് ഇതിനെപ്പറ്റി സംശയം ചോദിച്ചിരുന്നില്ലേ? ഞാനിത് വേറെ എൻ്റെ 2-3 സുഹൃത്തുക്കളോട് വേറെ ആളുകളോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു FCRA ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫോറിൻ ഫണ്ടൊക്കെ സ്വീകരിക്കാൻ പറ്റും, ഒരു ട്രസ്റ്റുകൾക്ക് പല കമ്പനി കൊടുക്കും, അതിന് ടാക്സ് ഡിഡക്ഷൻ ഒക്കെയാണ് ഉള്ളത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്നാലും ആരും ഒരു സംശയം പ്രകടിപ്പിച്ചില്ല അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ ഇതൊരു തട്ടിപ്പാകാമെന്ന്? ഇല്ല, ഒരിക്കലും. ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ ഭയങ്കര വിശ്വസിച്ചിരിക്കുകയാണ്. ഇത് പുള്ളിയുടെ ആ അപ്രോച്ച് ആ രീതിയിലായിരുന്നു. ഇത് ബിജു രാധാകൃഷ്ണനാണ് എന്ന് ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് വരെ, ഇപ്പോഴും ഞങ്ങളിത് ബിജു രാധാകൃഷ്ണൻ എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം ഇനിയും പൈസ ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ആ രീതിയിൽ തിരിച്ചറിയുന്നത്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഗൾഫിലേക്ക് പോയി. ദുബായ് ചെന്ന് ഇറങ്ങിയ പുള്ളിയെ വിളിക്കാൻ പറഞ്ഞു. ബാക്കി എല്ലാ ഹോട്ടൽ റൂമും ഞങ്ങൾക്ക് എല്ലാ സജ്ജീകരണം പുള്ളി അവിടെ ദുബായിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ദുബായ് ചെന്ന് കണ്ട് ഇദ്ദേഹത്തെ വിളിച്ച് ഇയാളെ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ്. അതിനെ പണ്ട് ശ്രീനിവാസനും മോഹൻലാലും ഗൾഫിൽ പോയ പോലെ ഞങ്ങളും എന്ത് ചെയ്തു, ദുബായ് എയർപോർട്ടിൽ ചെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഒരു അൽറിഗ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ റൂമൊക്കെ എടുത്തു. ഒരു 1 വീക്ക് അവിടെ താമസിച്ചു. ഒരു ടൂറായിട്ട് തിരിച്ചു പോന്നു. ഒരാഴ്ചയും ഫോൺ എടുത്തിട്ടില്ല, ഇല്ല, ഫോൺ കിട്ടുന്നില്ല. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തി, അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ, ഹൈക്കോടതിയിലെ വലിയ അഭിഭാഷകയാന്നൊക്കെ പറഞ്ഞ്. ഈ നിഷ പീറ്ററിനെ ഞങ്ങൾ ഫോൺ വിളിക്കുകയും പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് ഭാര്യയെ കൊന്ന കേസിൽ ഇദ്ദേഹത്തിന് വേണ്ടി വാദിച്ച വക്കീലാണ് ഈ നിഷ എന്നൊക്കെയാണ്. പിന്നീടാണ് ഈ വിഷയം അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. നിഷയെ വിളിച്ചപ്പോൾ സാറിന് പെട്ടെന്ന് UK പോകേണ്ടി വന്നു, അതാണ് വിളിച്ചത് കിട്ടാത്ത. രാത്രി വിളിക്കുമ്പോൾ നിഷാൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയാമെന്ന്. പിന്നെ ഞങ്ങൾ ട്രസ്റ്റിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ഇത്രയും നാളുകളായിട്ടോ എന്തോ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ അവരതായിട്ടുള്ള ബിസിനസ്സിലേക്കൊക്കെ പോയി. അതിനൊരു കുറച്ച് നാളുകൾ ശേഷം ഇദ്ദേഹം വീണ്ടും എന്നെ ഫോൺ വിളിക്കുന്നു. നിഷ, ഞാൻ UK പോയി, അതാണ് പറ്റിപ്പോയത് മോനെ, നീ എന്തും വിചാരിക്കണ്ട, നിൻ്റെ ഈ CSR ഫണ്ട് 80% എല്ലാം പൂർത്തിയായിട്ടുണ്ട്, പോയവരൊക്കെ പോകട്ടെ, നിങ്ങൾ കുറച്ച് ആൾക്കാരെ കൂടി ചേർത്തിട്ട് ഒരു ട്രസ്റ്റ് കൂടി വേറെ കുറച്ച് ആളുകളെ നിങ്ങളിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഉഷാറാക്കി 20% കൂടി ഉള്ളൂ, ആ പൈസ അത്രയും പെട്ടെന്ന് റിൻഷാനെ വാങ്ങി തരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും അപ്പോൾ ആ ഘട്ടത്തിൽ അത് ബിജു രാധാകൃഷ്ണനാണെന്ന് ഇല്ല അപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടില്ല? ഇല്ല, അവരൊക്കെ പറയുന്നത് ബിജു ജോർജ്, എല്ലാവരും പറയുന്നത് ബിജു ജോർജ്, ഈ അഭിഭാഷക. അതെ ഇത് പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് എല്ലാം ഈ അഭിഭാഷകയുടെ പേരിലാണെന്ന്. അതിൻ്റെ എല്ലാം ഞങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിജു സാർ ഇവിടെ എല്ലാം UK അവർ പറയുന്നത്, വിളിക്കുമ്പോൾ പറയാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു ദിവസം ഇദ്ദേഹം തിരിച്ചു വിളിക്കുന്നു, ടെൻഷൻ അടിക്കേണ്ട, 20% കൂടി വർക്കേ ഉള്ളൂ, നിങ്ങൾ കുറച്ച് ആളുകളെയും ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഉഷാറാക്കാമെന്ന്. അങ്ങനെ 20% കൂടിയല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ മറ്റു 4 സുഹൃത്തുക്കളെയും ചേർത്ത് അങ്കമാലിയുള്ള ഒരു ഏലിയാസ് രാജു, അങ്ങനെ കുറച്ച് ആളുകളെയും ചേർത്തിട്ട് വീണ്ടും ട്രസ്റ്റ് ഫോം ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അപ്പം ഈ വീണ്ടും ട്രസ്റ്റിലേക്ക് ആളെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പഴയ ആളുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് തരണം, ലെറ്റർ തരണം, പുതിയ ആളുടെ ആഡ് ചെയ്യാൻ. പക്ഷെ അതിനൊന്നും അവർക്ക് സമ്മതമല്ലായിരുന്നു. അപ്പം ബിജു തന്നെ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ റിൻഷാദെ, അപ്പോൾ അതിങ്ങനെ ഇഷ്യൂ കിടക്കും, നമുക്ക് വേറെ ട്രസ്റ്റ് കൂടി രൂപീകരിക്കാമെന്ന് പറഞ്ഞ് സാന്ത്വനം
മറ്റേ എഡ്യൂക്കേഷൻ RD ചാരിറ്റബിൾ, RD ആണ് റൂറൽ ഡെവലപ്മെൻറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ്, വീണ്ടും ഒരു ട്രസ്റ്റാണ് ഫോം ചെയ്തു. അതിൽ ഏലിയാസും ഞങ്ങളൊക്കെ ഉള്ള ഒരു ട്രസ്റ്റായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണേ കിട്ടുന്നില്ല. അപ്പം ഇദ്ദേഹം ഞാൻ അറിയാണ്ട് ഈ ഏലിയാസ് എന്ന് പറഞ്ഞ ആളെ നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു. ഏലിയാസിന് ഞാൻ അറിയാണ്ട് ഫോൺ ചെയ്യുമായിരുന്നു. ഏലിയാസിന് ഒരുപാട് പ്രതീക്ഷകളൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അഡ്വക്കേറ്റ് നിഷയെ വിളിച്ചപ്പം നിഷയും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇത് കുറച്ച് നാളുകൾ ഇങ്ങനെ പോയി. അപ്പോൾ ഞങ്ങളെ മനസ്സിലെന്താ, ഇന്ന് റെഡിയാവും, നാളെ റെഡിയാവും, അങ്ങനെ നീണ്ട് പോയി. 2024 ഏലിയാസ് രാജു എന്ന് പറഞ്ഞ നമ്മളുടെ അടുത്ത ട്രസ്റ്റിലുണ്ടായിരുന്ന മെമ്പർ എൻ്റെ വാട്സപ്പിലേക്ക് ഒരു ലിങ്ക് അയച്ചു തന്നു. ഇതൊന്ന് ഓപ്പൺ ആക്കി കണ്ടതിന് ശേഷം എന്നെ പെട്ടെന്ന് തിരിച്ചു വിളിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങളിത് സോളാർ കേസിൽ 1-ാം പ്രതി ബിജു രാധാകൃഷ്ണൻ 2013 വീഡിയോസ് ആണ്. ഞങ്ങൾ ആ ഷോക്കായിപ്പോയി ഇത് കണ്ടപ്പോൾ. എന്താണെന്ന് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് പോലും അറിയുന്നില്ല. അതുവരെ ഞങ്ങളുടെ മുമ്പിൽ ബിജു ജോർജായി നിൽക്കുന്ന അഡ്വക്കേറ്റ് ബിജു ജോർജ് പിന്നെ ഇതെന്താകുന്നു, ബിജു രാധാകൃഷ്ണനാകുന്നു. ഞാൻ തിരിച്ച് ഏലിയാസിനെ വിളിച്ച്, ഏലിയാസ് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച ആൾ തന്നെയല്ലേ എന്ന്. അപ്പോഴാണ് ഏലിയാസ് എന്നോട് പറയുന്നത്, റിൻഷാദ് അറിയാണ്ട് പുള്ളിക്ക് CSRA ഫണ്ട് 45 കോടി ഫസ്റ്റ് ഘട്ടവും പിന്നെ 100 കോടിയും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഏലിയാസിൻ്റെ കയ്യിൽ നിന്ന് 1.5 കോടി രൂപയോളം വാങ്ങിച്ചു വന്നു. ഏലിയാസിൻ്റെ കെയർ ഓഫിൽ തന്നെ അങ്കമാലിയിൽ കുറച്ച് പള്ളിയിൽ അച്ഛന്മാർ, ക്രൈസ്തവരായ അച്ഛന്മാർ 90 ലക്ഷം രൂപയും ഇതുപോലെ ഡയാലിസ് സെൻ്ററിന് വേണ്ടിയിട്ടുള്ള CSRA ഫണ്ടിന് കൊടുത്തിരുന്നു. പിന്നെയാണ് അറിയുന്നത്. അപ്പോൾ ഇത് കൂട്ടമായിട്ടുള്ളൊരു തട്ടിപ്പായിരുന്നു. ഇതറിഞ്ഞപ്പോഴാണ് ഞാൻ അഡ്വക്കേറ്റ് നിഷ കെ പീറ്ററിന് ഫോൺ വിളിക്കുന്നത്. മേഡം ഞങ്ങൾ അറിഞ്ഞു ഇത് ബിജു രാധാകൃഷ്ണനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ പൈസ അങ്ങ് തിരിച്ചു തന്നേക്ക്. അപ്പോൾ ഭയങ്കര രീതിയിലുള്ള ഭീഷണിയായിരുന്നു. നീ പോയി കേസ് കൊടുക്കടാ, നീ എന്താ വിചാരിച്ചേ, പൈസ കൊടുക്കുമ്പോൾ നോക്കണമായിരുന്നു, നല്ല രീതിയിലുള്ള ഭീഷണി. അങ്ങനെയാണ് ഞങ്ങൾ 2024 സിറ്റി പോലീസ് കമ്മീഷണറിന് ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. ഈ പണം കൈമാറിയത് ഡിജിറ്റൽ പണം ഇടപാടായിരുന്നോ? അല്ല, ഞങ്ങൾ ചെറിയ എമൗണ്ട് മാത്രമേ ഞങ്ങൾ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുള്ള് ക്യാഷ് ആയിട്ടായിരുന്നു എല്ലാ എമൗണ്ടും. അത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ടൈമിൽ, സാർ അക്കൗണ്ടിലേക്ക് വേണ്ട, അക്കൗണ്ടിലേക്ക് പറ്റുകയില്ല, ഞാൻ ഒരുപാട് കമ്പനീൻ്റെയൊക്കെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ എനിക്ക് അതിനൊക്കെ പ്രശ്നങ്ങളാണ്. റിൻഷാദ് തരുന്ന എമൗണ്ട് അതുപോലെ വേറെ ആളുകൾക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ ഇതിൽ എനിക്ക് വലിയ ലാഭമൊന്നുമില്ല എന്നൊക്കെയാണ് പുള്ളി എന്നോട് അപ്രോച്ച് ചെയ്തത്. പക്ഷേ ഈ ഏലിയാസ് രാജു 8.5 ലക്ഷത്തോളം അക്കൗണ്ടിലാണ് കൊടുത്തത്. ബാക്കിയെല്ലാം കയ്യിൽ ക്യാഷായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഏലിയാസ് പറഞ്ഞ അനുസരിച്ച് ഞാൻ അത് അറിയുന്നു. അങ്ങനെ നിഷയെ ഫോൺ വിളിക്കുന്നു. നിഷ പിന്നെ എന്നോട് ഭയങ്കര ഭീഷണി. അങ്ങനെ ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറിന് ഞാൻ പരാതി കൊടുത്തു, ഏലിയാസും പരാതി കൊടുത്തു. പരാതി കൊടുത്ത പിറ്റേ ദിവസം എന്നെ ഫോൺ വിളിച്ചു. നിങ്ങളുടെ പരാതി ആരുടെ അടുത്താണ്, ഏത് മേശപ്പുറത്താണ്, ഏത് അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന് വരെ ഞങ്ങൾക്കറിയാം. പരാതിയായിട്ടാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിന്നെ കൊന്നുകളയും, നിന്നെയും കുടുംബത്തെ ഇല്ലാണ്ടാക്കും. എന്നിട്ടാണ് പറയുന്നത് സോളാർ കേസിൽ CBI വിചാരിച്ചിട്ട് പോലും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നീ എന്ത് ചെയ്യും? ഒരു മന്ത്രിസഭ മുഴുവൻ താഴെയിട്ട ആൾക്കാരാണ് ഞങ്ങൾ. CBIക്ക് വരെ അറിയാം ബിജു രാധാകൃഷ്ണൻ സംരക്ഷിക്കുന്ന അഡ്വക്കേറ്റ് നിഷ കെ പീറ്ററാണെന്ന്. നീ എന്ത് ചെയ്യാനാണ്? അതിൻ്റെയൊക്കെ വോയിസ് റെക്കോർഡൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എല്ലാ തെളിവുകളാണ് ഞങ്ങൾക്ക് പിന്നെ കഴിഞ്ഞു. ഇപ്പം മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ എല്ലാ തെളിവും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഭീഷണിയായിരുന്നു. സോളാർ 5 കോടി നിനക്ക് തന്നെന്ന് ഞങ്ങൾ പറയും. സോളാർ കേസിൽ 5 കോടി നിനക്ക് തന്നെ ഞങ്ങൾ മൊഴി കൊടുക്കും, നിന്നെ ഞങ്ങൾ അതിൽ പ്രതിയാക്കും. അങ്ങനെ ഭയങ്കര രീതിയിലുള്ള ഭീഷണിയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത്, കേസായിട്ട് റിൻഷാദ് മുന്നോട്ട് പോകണ്ട, ഈ കേസായിട്ട് പോയാൽ അവരൊക്കെ അത്രയും വലിയ ആളുകളല്ലേ, സോളാർ കേസ് നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്കുള്ള കേസാണ്, നീ വിചാരിക്കുന്ന പൈസ പോയത് പോട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് പിന്നെയാണ് വേറെ ചാനലിലൊക്കെ ഇതിനെപ്പറ്റി ആർട്ടിക്കിളും ന്യൂസുകളും കണ്ടപ്പോഴാണ് ഞാൻ വീണ്ടും മുഖ്യമന്ത്രിക്കും DGPക്കൊക്കെ പരാതി കൊടുക്കുന്നതും. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് ഉത്തരവിട്ടു, ദക്ഷിണ മേഖല IGക്ക് ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. DYSP റാങ്കിൽ കുറയാത്ത അന്വേഷണ ഉദ്യോഗസ്ഥർ വെച്ച് കേസ് അന്വേഷിക്കണമെന്നും ഗവൺമെൻറ് ഉറപ്പ് നൽകുകയും ബിജു രാധാകൃഷ്ണനെയും കൂട്ടാളിക്ക് നിഷയൊക്കെ പ്രതികളാക്കി കടവന്ത്ര പോലീസ് FIR ഇടുകയും ചെയ്തത്. ഇതേ സമയത്താണ് ഒരു ദിവസം ട്രൈബൂട്ട് ഹോട്ടലിൽ ഞങ്ങൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ട്രസ്റ്റിലെ മറ്റ് ഭാരവാഹികളുണ്ട്, ബിജു രാധാകൃഷ്ണനുണ്ട്. ഞങ്ങൾ അന്ന് ട്രസ്റ്റിൻ്റെ ബ്രൗഷറിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ബ്രൗഷറിന് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ട് നടക്കുന്ന സമയത്താണ് ഈ അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ അന്ന് നടിയെ ആക്രമിച്ച കേസിലെ 2-ാം പ്രതി മാർട്ടിനായിട്ടാണ് വരുന്നത്. മാർട്ടിൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു നിഷ. അന്ന് ഞങ്ങൾ പറഞ്ഞു, കണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രമാദമായ കേസിൽ ഞങ്ങളാണ് നിൽക്കുന്നത്. എന്താണ് ഒരു കേസ്, മാർട്ടിൻ എനിക്ക് ബിജു രാധാകൃഷ്ണൻ അവിടെ വെച്ചാണ് പരിചയപ്പെടുത്തി തരുന്നത്. ബിജു രാധാകൃഷ്ണൻ അവിടെ വെച്ചിട്ട് അന്ന് മാർട്ടിൻ ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് അവിടെ ട്രൈബൂട്ട് ഹോട്ടലിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് മാർട്ടിൻ്റെ അച്ഛനും അമ്മയും വരുന്നു. ഓടി വന്ന് ബിജു രാധാകൃഷ്ണനെ മാർട്ടിൻ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷമാണ് ബിജു രാധാകൃഷ്ണനോട് ആ ഞെട്ടിക്കുന്ന വാർത്തകൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അതൊക്കെ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് എന്നെ വിളിച്ചിട്ട് എൻ്റെ 2 മണിക്കൂർ എൻ്റെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ മാർട്ടിൻ പുതിയതൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ടല്ലോ ഫേസ്ബുക്കിലൊക്കെ. ഇപ്പം മാർട്ടിൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ സ്ക്രിപ്റ്റ് ആ സമയത്ത് ബിജു രാധാകൃഷ്ണൻ കൃത്യമായ പേപ്പറിൽ തയ്യാറാക്കി എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച വിഷയമായിരുന്നത്. കൃത്യമായിട്ട് ബിജു എന്നോട് അന്ന് പറഞ്ഞു, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് റിൻഷാദെ, വലിയൊരു എമൗണ്ട് നിനക്ക് ഞാൻ വാങ്ങിത്തരാം. അങ്ങനെ പിറ്റേ ദിവസം ബിജു രാധാകൃഷ്ണനും ഈ പറയുന്ന അഡ്വക്കേറ്റ് നിഷ കെ പീറ്ററും കൂടിയാണ് എന്നെ പാലാരിവട്ടത്തുള്ള പൈപ്പ് ലൈൻ റോഡ് സൈഡിൽ കാറിലിരുന്ന് ഞങ്ങൾ സംസാരിക്കുന്നത്. ദിലീപിൻ്റെ ബ്രദർ 3 കോടി രൂപ കുമരകത്ത് വെച്ച് തരുമെന്നും റിൻഷാദ് ഞങ്ങളുടെ കാറിൽ പോയിട്ട് വേണം ആ പൈസ വാങ്ങിക്കാനും, 3 കോടിയിൽ നിനക്കൊരു എമൗണ്ട് കിട്ടും, മാർട്ടിനും കൊടുക്കും, പിന്നെ ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്, അവനക്കും ജീവിക്കണ്ടേ, റിൻഷാദ് ഒരു കാര്യം ചെയ്യും, കുറച്ച് നാൾ മാർട്ടിനെ നിൻ്റെ കൂടെ ഫ്ലാറ്റിൽ താമസിപ്പിക്കുക. അതെനിക്ക് ബുദ്ധിമുട്ടാണ് സാറേ, ഫ്ലാറ്റിൻ്റെ അസോസിയേഷനൊക്കെ അറിഞ്ഞാൽ അതെനിക്ക് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഞാനാണ് ട്രൈബൂട്ട് ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് മാർട്ടിന് റൂം ബുക്ക് ചെയ്യുന്നതും കുറച്ച് താമസിക്കാം. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ മാനേജ്മെൻറ്റായിട്ട് സംസാരിക്കട്ടെ എന്നൊക്കെ സംസാരിച്ചു. പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു താമസിപ്പിക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ മീഡിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവരുതെന്ന് പറഞ്ഞു. പക്ഷേ അവർ പിന്നെ താമസിച്ചില്ല, അവൻ ചാലക്കുടി അവൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ ഉണ്ടായത്. പക്ഷേ അങ്ങനെ കുമരകത്ത് എന്നോട് പിന്നെ നിരന്തരം വിളിച്ചു. എന്ന് വെച്ചാൽ അടുത്ത ദിവസം റെഡിയായി നിന്ന് കുമരകത്തേക്ക് പോകാനുള്ള റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചു. അവനോട് പറഞ്ഞു നീ ആവശ്യമില്ലാത്തൊരു വിഷയത്തിൽ ഇടപെടണ്ട, നീ ട്രസ്റ്റിൻ്റെ കാര്യം ചെയ്തു തരുമ്പോൾ അത് ചെയ്തു തന്നിട്ട് നീ ആ വിഷയത്തിൽ നിന്ന് മാറിക്കോ, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഇടപാടേ അല്ല എന്ന് തന്നെ എന്നോട് പറഞ്ഞു. പക്ഷെ അത് അവർ വേറെ ആളെ, അതായത് ബെർലിൻ ഒന്നും കണ്ടോ നിഷയുടെ അവരെ വെച്ചിട്ടാണ് പിന്നെ ആ സംഭവം ഓപ്പറേറ്റ് ചെയ്യുന്നതും ഈ വീഡിയോ മറ്റേ കുണ്ടന്നൂർ വെച്ച് ചിത്രീകരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. മാർട്ടിൻ്റെ ഇത് ഫുള്ള് ആ കഥ മാർട്ടിൻ പറഞ്ഞ സെയിം കഥയുടെ സ്ക്രിപ്റ്റ് എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ബിജു രാധാകൃഷ്ണനും നിഷയാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തൃശ്ശൂർ കമ്മീഷൻ ഓഫീസറിനോട് വിളിച്ചിരുന്നു. ഇതൊക്കെ ഞാൻ 2024 ഈ കേസുകളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ തന്നെ അല്ല 2022 മാർട്ടിൻ ഇറങ്ങുന്നത്. ആ സമയത്താണല്ലോ ഞങ്ങൾ ട്രസ്റ്റിൻ്റെ രൂപീകരണം. 2021 ലാസ്റ്റിലാണ് ബിജു രാധാകൃഷ്ണൻ പരിചയപ്പെടുന്നു. 2022 2-ാം മാസമാണ് 10-ാം തീയതി എങ്ങാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ ഫസ്റ്റ് ബൈലോ തയ്യാറാക്കി ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. മാർട്ടിൻ ഇറങ്ങിയത് 10-ാം തീയതി എങ്ങാണ് 2022 ഏതോ 10-ാം തീയതി എങ്ങാണ് മാർട്ടിൻ ഇറങ്ങിയിട്ട് നേരെ നിഷയുടെ കൂടെയാണ് ട്രൈബൂട്ട് ഹോട്ടലിലേക്കാണ് മാർട്ടിൻ വരുന്നത്. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ മാർട്ടിനെ കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. അപ്പോൾ ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അറിയിച്ചു. അപ്പം ഞാൻ പറഞ്ഞ സ്ഥലവും അവർക്ക് ഇപ്പോൾ ലൊക്കേഷൻ കിട്ടിയതൊക്കെ കൃത്യമായിട്ടായിരുന്നു. അവരും പിന്നെ ഇതിൻ്റെ വേറെയും കുറേ വിഷയങ്ങളുണ്ട്. അപ്പം അന്വേഷണത്തിലും കേസിലും നിൽക്കുന്നതുകൊണ്ട് എന്നോട് പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു, മീഡിയക്ക് മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യരുത്, അന്വേഷണത്തിന് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ പാതിവല തട്ടിപ്പിലും ബിജു രാധാകൃഷ്ണൻ്റെ പങ്ക് അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഞാനത് അവതരിപ്പിച്ചു. ബിജു രാധാകൃഷ്ണനെ പിന്നീട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇല്ല, ഈ ന്യൂസ് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിയിട്ടുണ്ട്. രാത്രി അദ്ദേഹത്തിൻ്റെ CCTVയുടെ ക്യാമറ വരെ ഇതേ ഊതിക്കൊണ്ട് തെളിവുകളെല്ലാം നശിപ്പിച്ചു. ബിൽഡിംഗ് ഓർഡറിന് കാക്കനാടായിരുന്നു NHFൻ്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. മെറിഡിയൻ പ്രൊജക്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ പേര് കാക്കനാട് തൃക്കാക്കരയിൽ നമ്മുടെ റെക്ക ക്ലബിൻ്റെ അടുത്ത് വലിയ ആഡംബര ഓഫീസായിരുന്നു. ഈ ന്യൂസ് വന്നു, ഒരു മണിക്കൂറുകൾ കൊണ്ട് ഓഫീസെല്ലാം പൂട്ടി സ്റ്റാഫുകളെല്ലാം ഓടി രക്ഷപ്പെടുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായത്. നാട്ടുകാരൊക്കെ പറഞ്ഞു ഇയാളുടെ ലക്ഷ്യം കൂടുതലായിട്ടും ഈ പള്ളിയിലെ പുരോഹിതന്മാരെയും സ്വാമിമാരെയും ഇവരെയാണ്. ഇവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവരിത് പിന്നെ കേസായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് ബിജുവിന് കൃത്യമായിട്ടറിയാം. ഈ ന്യൂസ് അറിഞ്ഞ് കുറേ ആളുകൾ ഞങ്ങൾ വിളി, അവരൊക്കെ ഇത് കേട്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ പൈസ പോയത് ആളുകൾക്ക് കോടികളാണ് പോയത്. അവരൊക്കെ ഞെട്ടിപ്പോയി ഇത് ബിജു രാധാകൃഷ്ണൻ എന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ ഈ ട്രസ്റ്റിലൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ റിൻഷാദിനെതിരെ തിരിയുന്ന സന്ദർഭം അങ്ങനെ ട്രസ്റ്റിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പിന്നെ ഈ ഏലിയാസിനൊക്കെ ഒരു ധാരണ ഞാനും കൂടി അറിഞ്ഞിട്ടാണോ ഇത് ബിജു രാധാകൃഷ്ണൻ ഞാനും അറിഞ്ഞിട്ടാണോ ഈ പൈസയൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ അവർക്ക് പിന്നെ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ പുരോഹിതന്മാർക്കൊന്നും കേസായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അവരൊക്കെ വലിയൊരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോയിരുന്ന ഒരു ട്രസ്റ്റാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവർ ഇതൊക്കെ ഇഷ്യൂ അറിഞ്ഞാൽ അവർക്ക് സഹായം നിലച്ച് പോകുമോ എന്ന് പേടിച്ച് അവർ കേസായിട്ട് വന്നില്ല. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പം പരാതികളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇദ്ദേഹം കോടികളുടെ തട്ടിപ്പും ഓരോ NGOകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള സമ്മിറ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ 2 ലക്ഷം പോയവരുണ്ട്, 5 ലക്ഷം പോയവരുണ്ട്, 9 ലക്ഷം പോയവരുണ്ട്, 22 ലക്ഷം പോയവരുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ്. CSRA ഫണ്ട് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് CSRA ഫണ്ട് ആർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ അത് പറഞ്ഞിട്ട്
അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ഒരു പുതിയൊരു പ്രവണതയാണ് ബിജു രാധാകൃഷ്ണനും ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് നിഷ കെ പീറ്ററും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിഷയുടെ പേരിൽ ഓൾറെഡി 2022 22 ഇതേപോലെ 30 ലക്ഷം രൂപ ചീറ്റ് ചെയ്ത FIR ഉണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഇപ്പോ കേസിന്റെ ഗതി എങ്ങനെയാണ്? ഇപ്പോൾ ആർക്കാണ് നേരിട്ട് പരാതി കൊടുത്തത്? ഇപ്പം ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, DGPക്ക് കൊടുത്തു, സിറ്റി പോലീസ് കമ്മീഷന് കൊടുത്തു, കടവന്തര പോലീസിന് കൊടുത്തു. കടവന്തര പോലീസ് ഇപ്പോൾ FIR ഇട്ടു. ഗുരുതരമായ വകുപ്പുകൾ വെച്ചിട്ട് തന്നെ. ഇത് എപ്പോഴായിരുന്നു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്? മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത് ജനുവരി 11 തീയതിയാണ് മുഖ്യമന്ത്രി പരാതി കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ ഒരു 2 ഡേയ്സ് മുമ്പാണ് ലെറ്റർ വരുന്നത്. ദക്ഷിണ മേഖല IGക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. DYSP റാങ്കിൽ കുറയാത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് കേസ് അന്വേഷിക്കും, ഞങ്ങൾ ഉറപ്പ് നൽകുന്നു എന്ന് ഗവൺമെൻറ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടവന്തര പോലീസും നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്.